അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഒരു കടായിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് വറുത്ത പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒട്ടും തരിയൊന്നുമില്ലാത്ത ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി വേണം എടുക്കാനായിട്ട്. ഇനി രണ്ടാമത്തെ കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ അരിപ്പൊടി എപ്പോഴും അളന്നെടുക്കുമ്പോൾ ഇതുപോലെ ലെവൽ ചെയ്ത് വേണം എടുക്കാനായിട്ട്. കുത്തി നിറച്ച് എടുക്കരുത്. കുത്തി നിറച്ച് മാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന വെള്ളത്തിന്റെ അളവ് വ്യത്യാസം വരും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ഒരു അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ചായയൊക്കെ കുടിക്കുന്ന സാധാരണ വലിപ്പമുള്ള ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസിന്റെ വലിപ്പത്തിനനുസരിച്ചായിരിക്കണം മാവും വെള്ളമൊക്കെ അളന്നെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമോ തേങ്ങാപ്പാലോ ഒഴിച്ച് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് വെള്ളവും തേങ്ങാപ്പാലും ഒഴിച്ചാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മൾ മാവ് അളന്നെടുത്ത അതേ കപ്പിൽ തന്നെയാണ് വെള്ളവും അളന്നെടുക്കേണ്ടത്. ആദ്യം ഞാനിപ്പോ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. ഇപ്പൊ ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്, വെള്ളമായാലും തേങ്ങാപ്പാലായാലും. അപ്പൊ 2 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വരുന്നത്. ആദ്യം നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ മാവ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 2 കപ്പ് വെള്ളമല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമല്ല, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് 1 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ 2 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് തേങ്ങാപ്പാലിൽ വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് 3 കപ്പ് തേങ്ങാപ്പാൽ എടുക്കുക. വെള്ളത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 കപ്പ് വെള്ളം എടുക്കാം. ഏതാണോ താല്പര്യം അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളവും 1 കപ്പ് തേങ്ങാപ്പാലും എടുക്കാം. ഞാനിപ്പോ 1.5 കപ്പ് തേങ്ങയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് 1 മിനിറ്റ് ഒന്ന് അരിച്ചെടുത്തിട്ടാണ് ഈ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. നമ്മളിതിൽ തേങ്ങാപ്പാല് ചേർത്തത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ തേങ്ങാപ്പാല് താല്പര്യം ഇല്ലെങ്കിൽ മുഴുവൻ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കട്ടകളൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോ 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. രുചിച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. സാധാരണ നമ്മൾ പത്തിരിയുടെ മാവ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് വെള്ളം തിളപ്പിച്ച് അതിൽ മാവ് ഇട്ടിളക്കി യോജിപ്പിച്ചൊക്കെയാണ് എടുക്കുന്നത്. ഒരുപാട് സമയം കുഴച്ച് മയപ്പെടുത്തി എടുക്കാനൊക്കെ ഒരുപാട് സമയം എടുക്കും, കൈ പൊള്ളും. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് സമയം കുഴക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ കൈ പൊള്ളേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഞാൻ ഓൺ ആക്കിയിട്ടില്ല, ഇനി വേണം ഫ്ലെയിം ഓൺ ആക്കാൻ. അപ്പൊ നമ്മുടെ കലക്കിയെടുത്ത മാവ് ഈ രീതിയിലാണ് ഇരിക്കുന്നത്. ഒരുപാട് അങ്ങ് കുറുകി കട്ടിയാവാൻ പാടില്ല. ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസായി പോവാനും പാടില്ല. ഈ ഒരു രീതിക്ക് കലക്കിയെടുക്കുക. ഇങ്ങനെ തയ്യാറാക്കുന്ന മാവിന് ഏത് ബ്രാൻഡ് അരിപ്പൊടിയിലും വെള്ളത്തിന്റെ അളവ് ഒരേ അളവ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ഞാൻ എന്താ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക, കൈവിടാതെ ഇളക്കി കൊടുക്കുക. കൈവിട്ട് പോയാൽ പിന്നെ അടുക്കി പിടിച്ച് മാവൊന്നും നല്ല കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. അപ്പൊ ഈ രീതിയിൽ തയ്യാറാക്കുന്ന മാവിന് ഏത് ബ്രാൻഡ് അരിപ്പൊടിക്കും വെള്ളത്തിന്റെ അളവ് ഒരുപോലെ ആയിരിക്കും. നമ്മളിതില് തേങ്ങാപ്പാല് ചേർത്തത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ തേങ്ങാപ്പാല് താല്പര്യം ഇല്ലെങ്കിൽ മുഴുവൻ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ചെറിയ കട്ടകൾ പോലെ വരും. മാവെല്ലാം ഒന്ന് യോജിച്ച് വരുന്ന സമയത്ത് കട്ടകളെല്ലാം ഉടഞ്ഞു വന്നോളും. ഇതുപോലെ മാവ് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. നമ്മൾ ഈ മാവ് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയുള്ള ഒരു കടായോ ഏതെങ്കിലും ഒരു പാത്രമോ എടുക്കുക. അപ്പൊ കണ്ടില്ലേ, മാവെല്ലാം ഒന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക, കട്ടകളെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും, ഒരുപാട് താമസമൊന്നുമില്ല. പാനിൽ നിന്ന് നമുക്ക് വിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അഥവാ നിങ്ങൾ തയ്യാറാക്കുന്ന മാവില് കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റും ആയിരിക്കും, പാനിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ബോള് പോലെ നമുക്ക് ഉരുണ്ട് കിട്ടണം, അതുവരെയും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി.
നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തപ്പോൾ പാനിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല സ്മൂത്തായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന മാവിന് നമ്മൾ കുഴച്ച് പരുവപ്പെടുത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, മാവ് നല്ല കട്ടിക്ക് ബോള് പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആക്കിയെടുക്കാം. ഇപ്പോൾ ഈ കടായി നല്ല ചൂടാണ്. ഈ ചൂടിൽ തന്നെ ഈ മാവ് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ തയ്യാറാക്കിയെടുത്ത മാവ് ആ ചൂടോടുകൂടി തന്നെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കയ്യിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ മാവ് നല്ല ചൂടാണ്. ഈ മാവിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറണം. ഒരുപാട് ചൂട് മാറാൻ നിൽക്കേണ്ട, ചെറിയൊരു ചൂട് വേണം. ഇനി മൂടി വെച്ച് കൊടുക്കാം. അപ്പൊ ഈ മൂടി വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ മാവൊന്ന് വെന്ത് കിട്ടും. ഇപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ചെറിയൊരു ചൂടുണ്ട്, ഒരുപാട് ചൂടൊന്നും മാറിയിട്ടില്ല. ഇതുപോലെ നമ്മൾ മാവ് കലക്കി തയ്യാറാക്കി എടുക്കുന്ന മാവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൂട് മാറിക്കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ മാവിരിക്കും. ഇതാണ് ഈ മാവിന്റെ പ്രത്യേകത. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ മാവ് തയ്യാറാക്കി എടുക്കുന്നത് ഒരുപാട് പ്രയാസപ്പെട്ടാണ്. ഒന്നുകിൽ വെള്ളം കുറഞ്ഞു പോവും, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. വെള്ളം കുറഞ്ഞു പോയാൽ മാവ് ഡ്രൈ ആയി പോവും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുന്ന മാവിന് അങ്ങനെ ഒരു പ്രശ്നവും വരുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. വെള്ളം കൂടിപ്പോയെന്നോ കുറഞ്ഞു പോയെന്നോ അങ്ങനെ ഒരു പ്രശ്നവും വരുന്നില്ല. ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുന്ന മാവ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് പരുവത്തിന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ മാവ് റെഡിയാക്കി എടുക്കുന്നത് തിളച്ച വെള്ളത്തിൽ മാവ് കിണ്ടി അത് ചൂടോടുകൂടി തന്നെ കുഴച്ച് മയപ്പെടുത്തി എടുക്കാൻ ഒരുപാട് പ്രയാസപ്പെടും. ഒന്നിൽ കൈ പൊള്ളും. ഇപ്പൊ ഇതാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. കൈ പൊള്ളുകയോ കൈവേദനയ്ക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഈസി ആയിട്ട് തന്നെ നമുക്ക് പത്തിരി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് മാവ് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലാണ് മാവ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം കണ്ടില്ലേ, ഒട്ടും സ്ക്രാച്ച് ഒന്നുമില്ലാതെ നല്ലോണം ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഒരുപാട് ബലം കൊടുത്ത് പ്രയാസപ്പെട്ട് മാവ് ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ച് നമുക്ക് ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള മാവ് മൂടി വെച്ച് കൊടുക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മാവ് ഡ്രൈ ആയി പോകും. ഇത്തിരി പരത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടിമാവ് ഇട്ട് കൊടുക്കാം. നമ്മൾ പത്തിരിക്ക് എടുത്താൽ അതേ മാവ് തന്നെയാണ് എടുക്കേണ്ടത്. കുറച്ച് പൊടിമാവ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത ഉരുള ഒന്ന് ഈ മാവിലോട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഉരുട്ടിയെടുത്ത മാവിൻ്റെ എല്ലാ ഭാഗത്തും മാവ് എത്തണം. അപ്പോൾ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ച് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് ബലം കൊടുത്ത് പരത്തിയെടുക്കാതെ ഇതുപോലെ ചെറിയ രീതിയിൽ പരത്തിയെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല റൗണ്ട് ഷേപ്പിൽ ഒട്ടും വിള്ളലുകളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ എളുപ്പമുള്ളവർക്ക് ഇങ്ങനെ പരത്തിയെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേറെ രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞത്, നമ്മൾ സാധാരണ വീട്ടിൽ പത്തിരി പ്രസ് ഉണ്ടാവുമല്ലോ, ഇതുപോലത്തെ പ്രസ് ഉണ്ടെങ്കിൽ ആ പ്രസ്സിൽ വെച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പത്തിരി പ്രസ്സിൽ വെച്ച് മാവ് പ്രസ് ചെയ്തെടുക്കുന്ന സമയത്ത് പൊടിമാവിലൊന്നും കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് ഉരുട്ടി ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. പത്തിരി പ്രസ്സിൽ വെച്ച് ഇത് പരത്തി എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാൻ നല്ല കറക്റ്റ് ഷേപ്പിന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 പ്ലാസ്റ്റിക് ഷീറ്റ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കൊടുക്കുക. ഇനി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് ഷേപ്പിന് പരത്തി എടുത്തിട്ടുണ്ട്. കടലക്കാനം കുറച്ച് പരന്ന് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടിമാവിലിട്ട് കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി പരത്തി നമ്മൾ ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടിമാവിലിട്ട് കോട്ട് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങളുടെ കയ്യിൽ പത്തിരി പ്രസ് ഇല്ല, പരത്തി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അടുത്ത് കാണിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് പത്തിരി പരത്തി എടുക്കാൻ പറ്റുന്ന അടുത്ത മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പ്രസ്സിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല, പരത്തേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക. കുറച്ച് നീളമുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക. ഉരുട്ടിയെടുത്ത മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഷീറ്റിൻ്റെ നടുഭാഗത്ത് മാവ് വെച്ച് കൊടുക്കുക, ഷീറ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന പാത്രം ഉണ്ടല്ലോ അത് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നല്ലോണം ഇതാ പരന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് എണ്ണയൊന്നും ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നല്ലോണം ഇതാ പരന്ന് വന്നിട്ടുണ്ട്. നല്ല കനം കുറച്ച് നമുക്കിതാ പത്തിരി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇപ്പം ഞാൻ പത്തിരി പരത്തിയെടുക്കുന്നത് 3 രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതി നിങ്ങൾക്ക് ഏതാണോ അതിനനുസരിച്ച് ചെയ്യുക. ഇനി നമ്മൾ പരത്തിയെടുത്ത പത്തിരി പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തവ ഒന്ന് ചൂടാതിന് ശേഷം പരത്തിയെടുത്ത പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിതിപ്പോൾ ആദ്യം പൊടി മാവിട്ട് പരത്തിയെടുത്ത പത്തിരിയാണ്. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത്, ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. മുളകൾ വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ ഇത് നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ഇതിന്റെ കളറൊന്നും മാറാൻ പാടില്ല. അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട്. ഇത് നമ്മൾ പൊടിമാവിട്ട് കോട്ട് ചെയ്തെടുത്ത് നമ്മൾ ആദ്യം പരത്തിയെടുത്തില്ലേ, പൊടിമാവിട്ട് കോട്ട് ചെയ്തെടുത്തതാണ്. അപ്പൊ അതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്തെടുത്ത് പൊടിമാവിട്ട് പരത്തിയ പത്തിരിയല്ലേ, തവയിലൊക്കെ കുറച്ച് പൊടിമാവ് പറ്റിയിരിക്കും. ഒരു ടിഷ്യൂ വെച്ച് ഒന്ന് തുടച്ച് മാറ്റാം. ഒരു ടിഷ്യൂ വെച്ചോ ഒരു കോട്ടൺ തുണി വെച്ചോ തുടച്ച് മാറ്റാം. ഇതിൽ എണ്ണ ഒന്നും നമുക്ക് ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ഒന്ന് തുടച്ച് മാറ്റിയിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ ചുട്ടെടുക്കുന്നത് പത്തിരി പ്രസ്സിൽ വെച്ച് പരത്തിയെടുത്തതാണ്. പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉടനെയാണ് ഇതുപോലെ ചുട്ടെടുക്കുന്നത്. ഇതുപോലെ കുമിളകൾ വരുന്ന സമയത്ത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് വീർത്ത് വരട്ടെ. ഇതുപോലെ വീർത്ത് വരുന്ന സമയം നമുക്ക് ഈ തവയിൽ നിന്ന് ഇത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പൊ നമ്മുടെ പത്തിരിയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് തേങ്ങാപ്പാലിൽ ചെയ്തത് കൊണ്ട് കുറച്ച് സാധാരണ പത്തിരിയേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. നല്ല സോഫ്റ്റ് ആണ്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇപ്പൊ കണ്ടില്ലേ നല്ല കനം കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ പത്തിരി കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ? തണുത്ത് കഴിഞ്ഞാലും ഒന്നും ചെയ്യില്ല. ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. തൊടുമ്പോൾ തന്നെ ഇതാ മുറിഞ്ഞു വന്നോളും. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഈസി ആയിട്ടുള്ള ഈ പത്തിരി തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്